മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അതിരൂക്ഷമായ വിമർശനമാണ്, ഒരുപക്ഷെ പ്രതിപക്ഷം പോലും പറയാത്ത വിമർശനമാണ് PV അൻവർ എന്ന CPM-ന്റെ സ്വതന്ത്ര MLA മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ നടത്തിയിരിക്കുന്നത്. ഈ ആരോപണങ്ങളെ നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ? അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് അല്ല എന്നുള്ളത് വളരെ ക്ലിയർ അല്ലേ? പ്രതിപക്ഷം പറയുകയാണെങ്കിൽ ഒരു രാഷ്ട്രീയമായി വെച്ചതാണ് എന്ന് പറയാം. പക്ഷെ ഞങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ളതല്ല, യാഥാർത്ഥ്യം അൻവർ പറയുന്നതാണ്. അതുകൊണ്ട് അവരെ അൻവർ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ കേട്ടിരുന്ന സന്തോഷത്തോടു കൂടി ഞങ്ങളത് പണ്ട് പതിരെ ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ഞങ്ങളത് കേട്ടിരിക്കുകയാണ്. അൻവർ പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു നെക്സസ് ഉണ്ട് എന്നാണ്. ഉന്നത രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ ഒരു നെക്സസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ VD സതീശനോ PK കുഞ്ഞാലിക്കുട്ടിയോ ഒന്നും പിണറായി വിജയനെയോ സർക്കാരിനെയോ പ്രതിക്കൂട്ടിൽ നിർത്താത്തത് എന്നാണ്. അങ്ങനെ ഒരു പരസ്പര സഹകരണ സഹായ സംഘമാണോ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം? അങ്ങനെ അത് അൻവറിന് എങ്ങനെയാ പറഞ്ഞെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അൻവർ പറഞ്ഞ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള പ്രശ്നമുണ്ട്. സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട്, ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിപ്പിക്കണതാണ്. അവിടെയാണ് ഗവൺമെന്റ് മറുപടി പറയേണ്ടത്. ഗവൺമെന്റിനോടുള്ള പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. കാരണം ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തണം എന്നാണ്. അന്വേഷണം നടത്തുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വെച്ച് അന്വേഷണം നടത്തിയുണ്ടായില്ല. സത്യം പുറത്തു വരണമെന്ന് വരികിൽ ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജി വേണം എന്നുള്ളതാണ് മാർക്സിസ്റ്റ് പാർട്ടി സാധാരണഗതിയിൽ മറ്റ് കേസുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ അൻവർ ഈ കേസിനകത്ത് ഉന്നയിച്ചിരിക്കുകയാണ്. അതിനോട് CPM-ന്റെ പ്രതികരണം എന്ത് എന്നുള്ളതാണ്. പക്ഷേ ശ്രീ തിരുവഞ്ചൂർ, അൻവർ എല്ലാം കടത്തി പറയുന്ന വന്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളല്ലേ? അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ താങ്കൾ കേട്ടിട്ടുള്ളതും ഓർമ്മയിലുള്ളതുമാണല്ലോ. VD സതീശൻ ഈ ലോറിയിൽ മീൻ വണ്ടിയിൽ കർണാടകയിൽ നിന്ന് നോട്ടുകെട്ടുകൾ ചാവക്കാടേക്ക് കൊണ്ടുവന്നു എന്ന് വരെ ആരോപിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം പറയുന്നതെല്ലാം എടുക്കാൻ കഴിയുമോ? അതല്ല, ആ കാര്യത്തിലല്ലല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. എന്താ, അൻവറിനെ ഇതെല്ലാം പറയിപ്പിച്ച ആളുകൾ, അൻവറിനെ ഇത് നിയമസഭയിൽ പറഞ്ഞു വിട്ട ആളുകൾ, അൻവറിന് എല്ലാ വിധത്തിലുള്ള സഹായം കൊടുത്തിരുന്ന ആളുകൾ, അൻവർ ഇത് പറഞ്ഞപ്പോഴെല്ലാം കൈയടിച്ച ആളുകൾ, അതിനെല്ലാം പ്രോത്സാഹനം കൊടുത്ത ആളുകൾ, അവരല്ലേ ഇതിന് ഉത്തരം പറയേണ്ടത്? അവരെത്രയോ നാളുകളായി ഈ കാര്യങ്ങളൊക്കെ പറയിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോ അൻവർ പറഞ്ഞത് സത്യമാണ് എന്ന് അവർ കരുതുന്നുണ്ടെന്ന് വരികിൽ ഇന്നും അൻവർ പറയുന്നത് അതുപോലെ സത്യമല്ലേ? അന്വേഷണം വേണമെന്നുള്ളത് പറയുന്നത് യാഥാർത്ഥ്യമല്ലേ? അന്വേഷണം നടക്കട്ടെ, ശരി, അന്വേഷണം നടക്കട്ടെ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പൊസിഷൻ. വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സംസാരിച്ചതിന്.